ഹായ് അങ്ങനെ ഇന്നോടുകൂടി ഈ ഒരു വർഷം അവസാനിക്കാൻ പോവാണ്. 2024 അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് 2025 ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ജനുവരി മാസം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന പ്രധാനപ്പെട്ട റിലീസുകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അത് ഏതൊക്കെ സിനിമകളാണ് നോക്കുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ്, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കാം. എങ്കിൽ ഇതുപോലുള്ള വിശേഷങ്ങൾ, പിന്നെ എന്താ പറയുക, മൂവി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് അഖിൽ പോളും അനസ് ഖാനും ചേർന്ന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഐഡന്റിറ്റി എന്ന സിനിമ. നമ്മുടെ ടൊവിനോ തോമസ്, തൃഷ, വിനയ് റായ്, അജു വർഗീസ്, അർച്ചന കവി, റീബ മോണിക്ക ജോൺ, മന്ദിര ബേദി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ജനുവരി മാസം 2-ാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. 2025 ആദ്യത്തെ തിയേറ്റർ റിലീസാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. രണ്ടാമത്തെ സിനിമ ഗോപിനാഥൻ പാഞ്ഞാൽ തിരക്കഥ എഴുതി സുഗീഷ് ദക്ഷിണകാശി സംവിധാനം ചെയ്യുന്ന ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഒരുമ്പട്ടവൻ എന്ന് പറയുന്ന സിനിമ. ഇന്ദ്രൻസ്, ജാഫർ ഡിക്കി, ജോണി ആന്റണി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ജനുവരി മാസം 3-ാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ എന്ന് പറഞ്ഞ ഡ്രാമ മൂവിയാണ്. ആഷിഫ് കക്കോടി തിരക്കഥ എഴുതി ഷമീം മൊയ്തീൻ സംവിധാനം ചെയ്ത സിനിമയാണ്. അൽതാഫ് സലീം, വിജിലേഷ് കാരയാട്, സരസ ബാലുശ്ശേരി, നസ്ലീം ജമീല സലീം എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ജനുവരി മാസം 3-ാം തീയതി ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തത് ധ്യാൻ ശ്രീനിവാസന്റെ സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസൻ ഫസ്റ്റ് തന്നെ ഒരു സിനിമയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ID ദ ഫേക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അരുൺ ശിവവിലാസും സംവിധാനം ചെയ്ത സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ധ്യാൻ ശ്രീനിവാസനും ദിവ്യാപിള്ളയാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ജനുവരി മാസം 3-ാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അടുത്തത് ജോൺ മന്ത്രിക്കൽ തിരക്കഥ എഴുതി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ഒരു ഡ്രാമ സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ജനുവരി മാസം 9-ാം തീയതിയാണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഒരു പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്, എന്തായാലും കാത്തിരിക്കുന്നുണ്ട്. അടുത്ത സിനിമ എന്നുള്ള ഒരു ഡ്രാമ കോമഡി ഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മഹേഷ് മധു സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, അനശ്വര രാജൻ, ബാലു വർഗീസ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത എന്ന് സ്വന്തം പുണ്യാളം എന്ന് പറഞ്ഞ സിനിമ. അനശ്വര രാജന്റെ ഒരേ ദിവസമല്ല, ഒരൊറ്റ ദിവസത്തെ വ്യത്യാസത്തിൽ 2 സിനിമകളാണ് വരുന്നത്. രേഖാചിത്രത്തിലും അനശ്വര രാജൻ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്ന് സ്വന്തം പുണ്യാളനിലും അനശ്വര രാജൻ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ജനുവരി മാസം 10-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ബ്രഹ്മാണ്ഡ മൂവിയാണ്. നമ്മുടെ ശങ്കറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ സിനിമ. രാം ചരൺ, കിയാര അദ്വാനി, എസ് സൂര്യ, അഞ്ജലി എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ഒരു വലിയ റിലീസാണ് ഈ ഒരു സിനിമ. നല്ല തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് ഭാഷ കൂടാതെ മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ ഭാഷകളായിട്ട് ഈ ഒരു സിനിമ ജനുവരി മാസം 10-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. എന്തായാലും ശങ്കറിന്റെ നമ്മുടെ ഇന്ത്യൻ ടൂടെ ക്ഷീണം ഈ ഒരു സിനിമയിലൂടെ തീരും എന്ന് പ്രതീക്ഷിക്കാം. അടുത്തെന്നുള്ളത് ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് അൻവർ റഷീദ് നിർമ്മിക്കുന്ന സിനിമയാണ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമ. സോബിൻ ഷാഹിർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ്, ചാന്ദ്രി സിർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ജനുവരി മാസം 16-ാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്താണ് ഒരു പ്രധാനപ്പെട്ട റിലീസ് ഉള്ളത്. ഗൗതം വാസുദേവനോ സംവിധാനം ചെയ്ത നമ്മുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ് മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് സ്പേസ് എന്ന സിനിമ. ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മമ്മൂട്ടി, ഗോകുൽ സുരേഷ്, ലെന എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുള്ളത് ജനുവരി മാസം 23-ാം തീയതിയാണ്. എന്തായാലും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്തത് നമ്മുടെ ലാലേട്ടന്റെ സിനിമയാണ്. തരുൺമൂർത്തി സംവിധാനം ചെയ്ത് നമ്മുടെ ലാലേട്ടനും ശോഭനയൊക്കെ ഒന്നിക്കുന്ന സിനിമ. കോമഡി ഡ്രാമ വിഭാഗത്തിലുള്ള ഒരു സിനിമ തുടരെന്ന് പറഞ്ഞ സിനിമ. ലാലേട്ടൻ്റെ ഒരു പ്രതീക്ഷയുള്ള സിനിമയാണ്. ഈ വർഷം അവസാനം ലാലേട്ടൻ്റെ ഒരു എന്താ പറയുക, ഒരു പരാജയ ചിത്രത്തോടു കൂടിയാണ് അവസാനിച്ചത്. എന്തായാലും ഈ അടുത്ത വർഷം തുടങ്ങുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു അടിപൊളി വിജയ ചിത്രം കൂടി ആയിട്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നത്. ജനുവരി മാസം 30-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസ് ചാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു പ്രതീക്ഷയുള്ള സിനിമയാണ്, വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് തുടരെന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഇത്രയും സിനിമകൾ, ഈ 10 സിനിമകളാണ് ഇപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ജനുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇനിയും അപ്ഡേറ്റുകൾ വരാം, ഇനിയും റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ മാറാം, ഇനിയും വേറെ സിനിമകളൊക്കെ വരാം. അതൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് ആ സമയത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നേരെയാണ്. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.